അനുമോളുടെ ഈ ഫാമിലി ഫോട്ടോയില് അച്ഛൻ കയറി ഇങ്ങനെ നടുക്ക് കാലും വെച്ചിരിക്കുന്ന കണ്ടിട്ട് എനിക്ക് എന്തോ എന്റെ അച്ഛനല്ലേ ഇരിക്കുന്നത്, നിന്റെ അച്ഛനൊന്നും അല്ലല്ലോ കയറിയിരിക്കുന്നത്. അമ്മയുടെ ഇതുപോലത്തെ ഒരു മറുപടി. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അനുമോളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ. ഇപ്പൊ ഞാനൊരു വീഡിയോ കണ്ടു കേട്ടോ. അതായത് ഒരു പുള്ളി അനുമോളിനെ കുറിച്ച് അല്ലെങ്കിൽ അനുമോളുടെ അച്ഛനെ കുറിച്ച് മോശമായി പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു. അതിനകത്ത് സത്യം പറഞ്ഞാൽ അനുമോള് വന്നൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞ് ഞാൻ ചിരിച്ച് ഞാനത് കുറേ പ്രാവശ്യം കണ്ടിട്ടോ. ചിരിച്ചിരിച്ചിരിച്ചിട്ടുണ്ടോ ഇതുപോലൊരു മറുപടി അവരിട്ടിക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം. അതും ചിരിക്കാനുണ്ട്. ആദ്യം നമുക്ക് ആ ഒരു വീഡിയോ കാണാം. വീഡിയോ കണ്ടിട്ട് അനുമോള് കൊടുത്ത ആ ഒരു മറുപടി നിങ്ങൾ കേൾക്കണം. സത്യം പറഞ്ഞാൽ ചിരിച്ചു. ആദ്യം ഈ പ്രാന്തൻ, ഇവന്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോന്ന്, ഹിമാലയൻ ബ്ലണ്ടർ എന്ന ഒരു ഹിമാലയൻ ബ്ലണ്ടർ എന്നാണ് അവന്റെ ആ ഒരു അക്കൗണ്ടിന്റെ പേര്. നീ സത്യം ഉണ്ടോ, നീ ലോക ബ്ലണ്ടറാണ്, നീ ഹിമാലയം അല്ല, അതിനെക്കാട്ടി വലിയ ഏതെങ്കിലും മലയുണ്ടെങ്കിൽ അത്രയും വലിയ ബ്ലണ്ടറാണ് നീ പറയുന്നത് എന്നുള്ളതാണ്. ആദ്യം ഇവൻ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾ കേട്ടു. ചിരിക്കരുത് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അനുമോളുടെ ഈ ഫാമിലി ഫോട്ടോയില് അച്ഛൻ കയറി ഇങ്ങനെ നടുക്ക് കാലും വെച്ചിരിക്കുന്ന കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. ഒരു പിതൃമേധാവിത്വത്തിന്റെ അടയാളമായിട്ടല്ലേ കാണിക്കുന്നത്. അതായത് ആ ഫോട്ടോയില് ഈ പറയുന്ന അനുമോളുടെ അച്ഛൻ കാലിട്ടിരുന്നപ്പോൾ യവൻ എന്തോ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. നിനക്കെന്താണ് ബുദ്ധിമുട്ട് തോന്നാൻ കാരണം? നിനക്കെന്താണ് ബുദ്ധിമുട്ട് കാണാൻ? അവളുടെ അച്ഛൻ, അവരുടെ കുടുംബാംഗങ്ങൾ അവരിട്ടൊരു ഫോട്ടോയിൽ നിനക്കെന്താണ് ബുദ്ധിമുട്ട് തോന്നുന്നത്? ഇത് നോക്കിക്കണം. അതായത് ഇവൻ ഇത് പറയാൻ കാരണം, ഈ ഒരു ഫോട്ടോ വന്നപ്പോൾ കുറെ ചൊറിച്ചിലുള്ളവന്മാര് അനുമോളെ എങ്ങനെ കുറ്റപ്പെടുത്തട്ടെ, എങ്ങനെ കുറ്റം കണ്ടുപിടിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് കിട്ടിയ സംഭവമാണ്. അവളുടെ അച്ഛൻ കാലാട്ടിരിക്കുന്നു. അത് കണ്ടപ്പോൾ ഇവൻ എന്തോ ചെറിയൊരു ബുദ്ധിമുട്ട്, ഇവന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഇവൻ പറഞ്ഞു തരുമോ? കേൾക്കാം. ശരിക്കും പറഞ്ഞാല് ഇതിന്റെയൊക്കെ ഒരു ആവശ്യമുണ്ടോ? ഒരു ഫാമിലി ഫംഗ്ഷൻ നടക്കുമ്പം സാധാരണ എല്ലാവരും ഈക്വൽ ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ് എടുക്കാറുള്ളത്. പിന്നെ അനുമോളെ പോലുള്ളവർക്കൊന്നും അറിയത്തില്ലല്ലോ പാട്രിയാർക്കി എന്താണ്, അത് സമൂഹത്തിന് കേടാണെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനുമോൾക്ക് അറിയത്തില്ല. അനുമോൾക്ക് കുറച്ച് കരഞ്ഞു മെഴുകി എങ്ങനെയും കുറച്ച് ഫെയിം ഉണ്ടാക്കുക, കുറച്ച് പൈസ ഉണ്ടാക്കുക എന്നൊക്കെയുള്ള കാര്യമുള്ളൂ. ഇപ്പം വിവരമില്ലാത്ത ആൾക്കാരാണ്, ബുദ്ധിമോശമാണ്, അപ്പം ജസ്റ്റ് വിട്ടേക്കാന്ന്. ഞാൻ വിട്ടേക്കാണ്, വിവരമില്ലാത്ത ആൾക്കാണ്. ലാസ്റ്റ് പറഞ്ഞില്ല കരഞ്ഞു മെഴുകി. അതിൽ നിന്ന് എന്നെ അനുമോൾ ഹേറ്റർ ആണ് എന്നുള്ളതാണ് നമ്മൾ അച്ചടിച്ച് അവൻ പറഞ്ഞിരിക്കും. പാട്രിയാർക്കി, അതായത് പുരുഷ മേധാവിത്വം, അതാണ് ഇവിടെ കാണിച്ചത്. നമ്മൾ അങ്ങനെയൊന്നുമല്ലല്ലോ. അനുമോൾക്ക് ഇതിനെ കുറിച്ചൊക്കെ എന്തറിയാം? ഈ പുരുഷ മേധാവത്തെ കുറിച്ചൊക്കെ എന്തറിയാം? കാലിട്ട് അത് ബുദ്ധിയിലത്. നിനക്ക് ഈ പറയുന്ന സ്വന്തം അച്ഛൻ്റെ അടുത്ത് ബഹുമാനമില്ലാന്ന് കരുതി മറ്റുള്ളവരെങ്ങനെയല്ലടേ, മനസ്സിലായോ? അവിടെ അവരുടെ പിന്നെ ചെലവും കാര്യങ്ങളൊക്കെ നോക്കുന്നത് അച്ഛനാണ്, അല്ലെങ്കിൽ അച്ഛനെ അവരങ്ങനെ കാണുകയാണ് എന്നുള്ളതാണ്. പിന്നെ അച്ഛനല്ലാതെ പിന്നെ തൊട്ടപ്പുറത്തുള്ള ചേട്ടനെ പിടിച്ചിരുത്താൻ പറ്റുമോ? ഫ്രണ്ടിൽ വന്ന് കാലിട്ടിരിക്കും. നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് അത്രക്ക് കടിയാണെങ്കിൽ, നിനക്ക് അത്രക്ക് വിഷമം തോന്നുന്നു, നീ ഒരു കാര്യം ചെയ്യും, നിന്റെ അച്ഛനെ അമ്മയും പിടിച്ച് തറയിരുത്തിയിട്ട് നീ കാലിട്ടിരുന്നു കസാരി ഇരുന്നൊരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യും. നിന്റെ കുരു പൊട്ടിട്ട്. നിനക്ക് സ്വന്തം അച്ഛനും അമ്മയോടും നിനക്ക് ബഹുമാനം ഇല്ലെന്ന് കരുതി എല്ലാവരും അങ്ങനെ അല്ലടേ. അതുപോലെ ഒരു ഫോട്ടോ കണ്ടിട്ട്, ഒരു ഫോട്ടോയിൽ കാലിന്മേൽ കാലിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ കണ്ടിട്ട് അവിടെ പുരുഷ മേധാവിത്വമാണല്ലോ, ബാക്കിയുള്ളവരെല്ലാം അടിമയാണെന്ന് നിനക്കെങ്ങനെ മനസ്സിലായിടേ? നീ അതെങ്ങനെ കരുതിയടേ? നിന്റെ വീട്ടിൽ നിന്റെ പറച്ചിൽ കേട്ടിട്ട് ഇവന്റെ തന്തയായിട്ട് നല്ല അടിയാണ്. തന്തയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളവും പോലും എടുത്തു കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഇവന് പിടിക്കാത്തത്. യവനോ കിട്ട കമന്റ് ഉണ്ടാ, ഇതെങ്കിൽ ഇത് നാളെ റീച്ച് കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അവനെന്തോ ബുദ്ധിമുട്ടെന്നാ പറയുന്നത്. ഇത് സ്വന്തം അച്ഛനെ പിടിച്ചിരുത്താൻ പറ്റുള്ളൂ, അപ്പുറത്തേക്ക് ചേട്ടന്മാരെ ഒന്നും പിടിച്ചിരുത്താൻ പറ്റത്തില്ല ഡേയ്. നിനക്ക് അങ്ങനെയായിരിക്കും, നീ അച്ഛന്റെ മുതുകത്ത് കയറിയായിരിക്കും ഇരിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന പുരുഷൻ, അവിടെ ഈ പറയുന്ന അച്ഛനാണ് ഈ പറയുന്ന വീടിന്റെ എല്ലാം എന്ന് വിചാരിക്കുന്ന, അച്ഛന് ബഹുമാനം കൊടുക്കുന്നവർക്ക് ഇങ്ങനെ തന്നെ ചെയ്യും. അല്ലാതെ അച്ഛന്റെ ഫ്രണ്ടിൽ കാലിട്ട് ഇരിക്കില്ലായിരുന്നു. ഇനി അച്ഛൻ താഴെ ഇരുത്തിയിരുന്നെങ്കിലാ കണ്ടോ, അച്ഛനെ പിടിച്ച് താഴെ ഇരുത്തിക്കുന്നു, അവൾ കാലിട്ട് അവളുടെ കസേരയിലിരിക്കുന്നു എന്ന് പറഞ്ഞേനെ എന്നുള്ളത്. ഇതിവിടെ നിൽക്കട്ടെ. ഇതിന് അനുമോള് കൊടുത്ത ഒരു മറുപടി ഉണ്ട്, അതാണ് ഒന്നൊന്നര മറുപടി. ഒരൊറ്റ മറുപടിയിൽ തീർന്നു. കൊടുത്ത മറുപടി എന്ന് പറയുമ്പോ, എന്റെ അച്ഛനല്ലേ ഇരിക്കുന്നത്, നിന്റെ അച്ഛനൊന്നും അല്ലല്ലോ കയറിയിരിക്കുന്നത്. അമ്മയുടെ ഇതുപോലത്തെ ഒരു മറുപടി ചിരിച്ച് ചാവാലുണ്ട് എന്നുള്ളത്. എന്റെ അച്ഛനല്ലേ ഇരിച്ചത്. സത്യമാണ്, അവളുടെ അച്ഛനെയാണ് അവൾ പിടിച്ചിരുത്തിക്കുന്നത്. അവൾക്ക് പ്രശ്നമില്ല, അവളെ അമ്മയ്ക്ക് പ്രശ്നമില്ല, അവിടെ കുടുംബക്കാർക്ക് പ്രശ്നം. യവനാണ് പ്രശ്നം. എനിക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ട്, നിന്റെ അച്ഛനല്ലേ അത്, തെറ്റിപ്പോയി. നീ ഒന്നും കൂടി പിന്നെ കണ്ണാടിയെല്ലാം വെച്ചിട്ട് നോക്കുക. നിന്റെ അച്ഛനല്ല, അത് അനുമോളുടെ അച്ഛനാണ്. അനുമോളുടെ അച്ഛനും അനുമോളുടെ കുടുംബവും അനുമോളുടെ അമ്മയും അവർക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല, മനസ്സിലായോ? അവർക്ക് അതാണ് ഇഷ്ടം. അവർക്ക് ഈ പറയുന്ന അച്ഛന്മാരെ ബഹുമാനിക്കുന്നതാണ് ഇഷ്ടം. നിനക്ക് ആ ബഹുമാനം ഇല്ലെങ്കിൽ കൂടി, ഇല്ലെന്ന് വെച്ച്
മറ്റുള്ളവരങ്ങനെ അല്ല. നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെയാണ്. പിന്നെ അച്ഛനെ ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനല്ല അവിടെ ഭരിക്കുന്നത് എന്ന അർത്ഥമില്ല. അച്ഛൻ നമ്മളെയൊക്കെ അടിമയായിട്ട് ഇരുത്തുന്നു എന്നുള്ള അർത്ഥവുമില്ല. നിനക്ക് അങ്ങനെയാണ്. നീ ഈ പറയുന്ന അച്ഛനെ ചവിട്ടി ഇറക്കി പോകുന്നവനാണെന്ന് എനിക്ക് മനസ്സിലായിട്ട് ഈ എവിടെ നിന്നടാ വരണത്? ഇനി എവിടെ നിന്ന് ഇനി കുറച്ച് കമന്റുകൾ വായിക്കാമേ, കേട്ടോ. അതിന് അയാളുടെ അച്ഛനെ പിടിച്ച് അവിടെ ഇരുത്തിയില്ലല്ലോ, ഇത്രയ്ക്ക് ബുദ്ധിമുട്ട് തോന്നാൻ കഷ്ടം. ഓരോ കമന്റുകളാണ്. ഒരാളുടെ കല്യാണത്തിന് അയാളുടെ അച്ഛൻ എങ്ങനെ ഇരിക്കണം. അത് പോയി, ഓക്കെ, ആകോട്ടെ. താനിപ്പോ എന്താ ചെയ്യുന്നത്? അനു കരയുന്നില്ല, അപ്പോ താനാണ് കരയുന്നത്. അതെ, അനു കരയുന്നില്ല, ഇപ്പൊ കരയുന്ന തീയാണെന്നുള്ളതാണ്. അച്ഛൻ പിന്നെ എങ്ങനെയാടാ ഇരിക്കേണ്ടത്? അച്ഛനല്ലേ എല്ലാവരും വലിയ ആൾ, ഒരു കുഴപ്പമില്ല. നമ്മളെല്ലാവരും അങ്ങനെയാണ് കാണുന്നത് അല്ലേ? അങ്ങനെ നമ്മൾ കാണുന്നത്. അത് അവരുടെ ഇഷ്ടമല്ലേ? അച്ഛൻ സൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞ ഇവനെ ട്രോളി കൊല്ലുകയാണ്. മനസ്സിലായി? നല്ല രീതിയിൽ ആൾക്കാർ കൊടുക്കുന്നത്. ഏതാ ഈ പൊട്ടൻ? സത്യം നീ ഏതാടാ ഈ പൊട്ടൻ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സത്യം പറഞ്ഞ ഇവന്റെ പേര് തന്നെ ഇതാ നടക്കുന്നത്. ആരും ഒന്നും പറയണ്ട, ഇവന്റെ പേരിൽ തന്നെ എല്ലാം ഉണ്ട്. ഹിമാലയൻ ബ്ലണ്ടർ. പൊട്ടൻ എന്ന് വെച്ചാൽ ഹിമാലയൻ പൊട്ടൻ. ഇവന്റെ പ്രൊഫൈൽ പോയി നോക്കിയാൽ കാണാം പേക്കൂത്ത്. വല്ലവന്റെയും ജീവിതത്തിൽ കുറ്റം പിടിക്കാതെ സ്വന്തം നന്നാകാൻ നോക്ക്. വിധിയും വിവരവും ഇല്ലാത്ത വിദ്യാഭ്യാസവും ഇല്ല. സത്യമല്ലേ അവൻ പറഞ്ഞത്? എടാ, ഇതുപോലൊരു ബ്ലണ്ടർ, ഹിമാലയൻ ബ്ലണ്ടർ എന്നല്ല തന്നെ വിളിക്കാനുള്ളത്. മനസ്സിലായോ? നിന്റെ അച്ഛനെ പറ്റി ഏറ്റവും വലിയ ബ്ലണ്ടറാണ് നീ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ നീ തിരിഞ്ഞു നോക്കില്ല എന്നുള്ളത് ഇതിൽ കറക്റ്റാണെന്ന് മനസ്സിലായിട്ട് നീ തിരിഞ്ഞു നോക്കാറില്ല. സ്വന്തം അച്ഛനെ പിടിച്ചിരുത്തി കാലിലിട്ട് ഫോട്ടോ എടുത്തപ്പോൾ യവന് കുരുപൊട്ടണമെന്ന് തോന്നുന്നു. യവന് കുരുപൊട്ടുന്നു. അത് അച്ഛനെ അവിടെ അങ്ങനെ ഇരുത്താനല്ല, അത് അച്ഛന്റെ മേധാവിത്വത്തിൽ ഇത് പാട്രിയാട്രി. അത് നിങ്ങൾക്ക് എന്തുമാത്രം പിന്നീട് ദോഷമുണ്ടാക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതൊക്കെയാണ് ഞാൻ പറയുന്നത്. സാധാരണ അച്ഛനും അമ്മയും ബഹുമാനിക്കുന്നവർ അങ്ങനെ തന്നെയാണ്. എന്തായാലും നിനക്ക് അണ്ണാക്കി കിട്ടിയ മറുപടി അനുമോൾ തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അനുമോൾ ഞാൻ ഇന്ന് രാവിലത്തെ ഒരു വീഡിയോ പറഞ്ഞു, ഒരുപാട് പേര് അനുമോൾ അമിതമായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കമന്റ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഞാൻ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് അനുമോൾ അങ്ങനെ സംസാരിക്കാൻ കാരണം എന്നുള്ളത്. അപ്പൊ അനുമോൾ ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടുണ്ട്. ഞാൻ പറഞ്ഞ അതേ സംഭവം തന്നെയാണ് അനുമോൾ പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ ഇവിടെ വായിക്കാം. ഓക്കെ. ഹേ ഫ്രണ്ട്സ്, എൻ്റെ ഈ വ്ളോഗിന് താഴെ വന്ന ചില കമന്റുകൾ കണ്ടു. അതിനെക്കുറിച്ച് ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. ഇത്രയും നാൾ ഞാൻ എൻ്റെ വ്ളോഗുകളിൽ ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് സംസാരിക്കുന്ന രീതിയും എനർജിയും നിങ്ങൾക്ക് പരിചിതമായിരുന്നു. ഇപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പുതിയ വ്യക്തി കൂടി വന്നിരിക്കുന്നു. സ്വാഭാവികമായും അതിൻ്റെ സന്തോഷവും ആവേശവും എൻ്റെ സംസാരത്തിനും പെരുമാറ്റത്തിനും കാണാം. അതാണ് ഞാൻ എൻ്റെ വീട്ടിൽ കൃത്യമായിട്ട് പറഞ്ഞത്. ആ ഒരു ആവേശമുണ്ട്. ഇത്ര നാളും കാത്തിരുന്ന, ഇത്ര നാളും ആഗ്രഹിച്ച ഒരു പങ്കാളി, എനിക്ക് എൻ്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരു പങ്കാളി വരുമ്പോൾ ആ ഒരു ആവേശമാണ് നമ്മളിവിടെ കാണുന്നത് എന്നുള്ളതാണ്. കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടി പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്ന സമയമാണിത്. സന്തോഷം കുറച്ച് കൂടുതലായിരിക്കും. ഓക്കെ, സംസാരവും കുറച്ച് കൂടുതലായിരിക്കും. അതിനെ ഓവർ എന്ന് കാണേണ്ട, ആ നിമിഷത്തിൽ സന്തോഷമായി കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ. എൻ്റെ ഭർത്താവ് മലയാളിയല്ല, തമിഴ്നാട്ടുകാരനാണ്. പുതിയൊരു ഭാഷയും പുതിയൊരു പ്രേക്ഷക സമൂഹവും നേരിടുമ്പോൾ ആർക്കും കുറച്ച് ഷൈ ഉണ്ടാകാം. അതുകൊണ്ട് അദ്ദേഹം കുറച്ച് മിണ്ടാതെയോ സംയമനത്തോടെയോ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ സ്വഭാവം മാത്രമാണ്, മറ്റൊന്നുമല്ല. ഓക്കെ. ഞാൻ ഇന്നും പഴയ അനുമോൾ തന്നെയാണ്. ഓവറാക്കാനോ ആരെയും കാണിക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല. ജീവിതത്തിൽ ഒരു സന്തോഷകരമായ ഘട്ടത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ആ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു എന്നതിലുപരി മറ്റൊന്നുമില്ല. സ്നേഹത്തോടെ കൂടെ ഉണ്ടാകുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി എന്നൊക്കെ പറഞ്ഞൊരു സാധനം ഞാൻ പറഞ്ഞില്ലേ. ഒന്നാമത്തെ കേസ് ആ സന്തോഷം, അടക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്നില്ല. അതിൽ പൊതുവെ അനുമോൾ അങ്ങനെ തന്നെയാണല്ലോ. ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുമല്ല മറ്റവൻ എന്താണ് ഈ പറയുന്ന ഭുവനേശ്വർ എന്ന് പറയുന്നത് മലയാളം കൃത്യമായിട്ട് അറിഞ്ഞുകൂടാത്ത തമിഴനാണ്. അപ്പോൾ തമിഴ് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സംസാരം ഫ്ലുവൻസിയിലെ ഒരു പ്രശ്നമുണ്ട്. സംസാരം ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി ആയിട്ട് തന്നിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഇവിടെ അച്ഛന്റെ മേധാവിത്വം ഒരിക്കലും അച്ഛൻ ഈ പറയുന്ന കാലുമേ അച്ഛനെ ചവിട്ടി എറിയണം. നമ്മൾ വേണമെങ്കിൽ അച്ഛനെ പിടിച്ച് തറയിരുത്തി നമ്മൾ കാലുമേ കാലിട്ടിരുത്തി കഴിഞ്ഞാൽ അവിടെ സമത്വമായി എന്ന് പറയുന്ന ഹിമാലയൻ മണ്ടൻ പറഞ്ഞ വാക്കുകൾ കേട്ടല്ലോ. നിങ്ങളുടെ അപ്പുറം മസ്റ്റേ കമന്റ് നമുക്ക് കാണാം. ജയ് ഹിന്ദ്.